ചെറുപ്പക്കാരായ മുത്തായ കുട്ടികളെ നിങ്ങളോടാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. എന്താണെന്നറിയാൻ പറയാനുള്ളത്, അള്ളാഹിനെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും നല്ല വിചാരമാണ്. എൻ്റെ അള്ളാഹു എൻ്റെ എല്ലാ തെറ്റും പുറത്തുനിന്നിട്ട് എന്നെ നന്നാക്കും, എന്നെ രക്ഷപ്പെടുത്തും. ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നന്നാകുന്ന ഒരു കാലം വരും. ഈ തെറ്റൊക്കെ എനിക്ക് അള്ളാഹു പുറത്തു തരും, ഞാൻ രക്ഷപ്പെടും, എൻ്റെ ബിസിനസ്സൊക്കെ ക്ലച്ച് പഠിക്കും, ഞാനൊരു കാലത്ത് നിസ്കാരത്തിൽ ഖുശൂഅൊക്കെ ഉള്ള ആളാവും. ഇങ്ങനെ എപ്പോഴും നമുക്ക് അള്ളാഹിനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകണം. എൻ്റെ തന്നെയാണ് പുതിയ എൻ്റെ അടിമ എന്നെ കുറിച്ച് നല്ല വിചാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ആ നന്മ എനിക്ക് കൊടുക്കും. ഒരാളൊരു തെറ്റ് ചെയ്തു, അയാൾ തൗബ ചെയ്ത് ആ തെറ്റ് പൊറപ്പിച്ചു, പിന്നെയും അതേ തെറ്റോ വേറെ തെറ്റോ ചെയ്തു. അപ്പോൾ മലക്കൾ അള്ളാഹുവിനോട് ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ പിന്നെയും അൺബ്ലോക്ക് ചെയ്ത നമ്പർ അതാ, ബ്ലോക്ക് ചെയ്ത് പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ അൺബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഹറാമു ചെയ്ത്, അല്ലെങ്കിൽ വീണ്ടും തെറ്റ് ചെയ്ത്, എന്താ ചെയ്യേണ്ടത്? വീണ്ടും അയാൾ തെറ്റ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറയും, എന്നിട്ട് ഇപ്പം എന്താ ചോദിക്കാൻ കാരണം? അതാ പിന്നെയും തൗബ ചെയ്യുന്ന, രണ്ടാമത് തെറ്റ് ചെയ്തിട്ട് റമദാനാകുമ്പോൾ പിന്നെയും തൗബ ചെയ്തു, എന്താ ചെയ്യേണ്ടത്? പണ്ട് നമ്മൾ പുറത്തു കൊടുത്തതാണ്, ഏടിൽ നിന്ന് തെറ്റ് മായ്ച്ചതാണ്, പിന്നെയും അതേ തെറ്റിനെ ആവർത്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തൗബ ചെയ്യുന്നുണ്ട്, പുറത്തു കൊടുക്കണോ വേണ്ടിയോ? അള്ളാഹിക്കും ഇപ്പയും മൂപ്പര് എന്നെ അന്നേറ്റ് അംഗീകരിച്ചോണ്ടല്ലേ അപ്പൊ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. പുറത്തുടച്ച മലക്കളെ, ഈ അള്ളാഹിനോട് ഇനിയും നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. ചില ചെറുപ്പക്കാരിലെന്തോ വാശിയിൽ തീർക്കുന്നതാണ് ഫോണിലെല്ലാം കണ്ടിട്ട്. എന്തിനാ ഇങ്ങനെ കാണുന്നു? നമ്മൾ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ വിചാരിച്ചു ഉമ്മായിക്കാ ഇഷ്ടമൊന്നും അല്ല, ഉപ്പായിക്കാണോ ഇഷ്ടം അല്ല. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പടച്ച റബ്ബ. നമ്മൾ കരയുന്ന റബ്ബാൻ ഇഷ്ടമല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കരയുന്നത് ഉമ്മയിലിപ്പോ ഉമ്മയ്ക്ക് സഹിക്കൂ, പക്ഷെ അള്ളാഹിന് സഹിക്കൂല. അത്രത്തോളം നമ്മളെ ഇഷ്ടം അല്ലാഹുക്ക്. നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയൂലേ? പറയോ? മാപ്പ കുരുത്തക്കേട് കാണിക്കും പറയോ? പറഞ്ഞങ്ങാതി നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ കിടക്കുന്നവളാ, പിണങ്ങും. നമ്മുടെ മക്കൾ പിണങ്ങും, ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ. വാപ്പ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ വാപ്പ പിണങ്ങും, ഉമ്മ പിണങ്ങും. എന്ന് നമ്മൾ കാണിക്കുന്നൊക്കെ എന്തെല്ലാം കാണിച്ചിട്ട് അല്ല ഇന്ന് വരെ നമ്മളോട് പിണങ്ങിയോ? അല്ല പിണങ്ങിയോ? നിനക്ക് സമ്പത്ത് തന്നില്ലേ? നിനക്ക് ഭക്ഷണം തന്നില്ലേ? കണ്ണ് തന്നില്ലേ? ചെവി തന്നില്ലേ? എന്താ ചിന്തിക്കാത്ത? കാണിച്ചോണ്ട് നടക്കുന്ന സ്വഭാവം ഞാൻ കാണിക്കണം എന്താന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ അടുത്ത് വന്നിട്ട് കയ്യൊക്കെ മുത്താൻ വരും. ഞാൻ ചിന്തിക്കും, പടച്ചവന് എന്റെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയൂ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ അള്ളാഹിനെ ഓർക്കണം, ഏത് സമയത്ത് ഓർക്കണം. ഏത് സമയത്ത് നമ്മൾ അള്ളാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഓർക്കണം. ബാത്റൂമിൽ വെച്ച് കുളിക്കുമ്പോൾ ഔറത്ത് മറക്കേണ്ടതുണ്ടോ, അഥവാ നഗ്നനായി കുളിക്കാമോ? ഇല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ യുക്തി? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. നമുക്ക് നോക്കാം. മറ്റാരും കാണാത്ത ഒറ്റക്കാരിക്കുന്ന സാഹചര്യത്തിൽ വെച്ച് കുളിക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. എന്നാൽ ബാത്റൂം പോലെയുള്ളവയിൽ വെച്ച് കുളിക്കുമ്പോൾ പൂർണ്ണ നഗ്നരായി കുളിക്കൽ കറാഹത്തുണ്ട്. മുട്ടുപൊക്കലിന്റെ ഇടയിലോ ഗുഹ്യഭാഗത്തോ എന്തെങ്കിലും ഒരു വസ്ത്രം ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇത് കറാഹത്താക്കിയതിനു പിന്നിലെ എനിക്ക് മനസ്സിലായ യുക്തി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. നമ്മൾ പൂർണ്ണ നഗ്നരായി കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥ്യം വന്ന് നമ്മുടെ ബോധം പോയി, അതുമല്ലെങ്കിൽ നമ്മൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ ഔറത്ത് കാണാൻ ഇടയാവില്ലേ? ഇത് അവരുടെ മുമ്പിൽ നമുക്ക് വലിയ മാനക്കേട് ഉണ്ടാക്കാനും നമ്മൾ രഹസ്യമാക്കി വെച്ച പലതും ചിലപ്പോൾ അവർ കാണാനും സാഹചര്യം ഉണ്ടാക്കും. ആർക്കാണ് എപ്പോഴാണ് അപകടം വരിക എന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗുഹ്യഭാഗമെങ്കിലും മറയുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ച് കുളിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക.